വൈക്കത്ത് വന്നു പിറന്നൊരു കുഞ്ഞു സുൽത്താൻ പയ്യെ മലയാള തറവാടിൻ മുറ്റത്ത് നല്ലൊരു ചാരു കസേരയിട്ടു. അക്ഷരക്കനികളിൽ മധുരം നിറച്ചുകൊണ്ടേറെ കഥകൾ ചമച്ചു. പിന്നെ അക്ഷയഖനിയാം മലയാള സാഹിത്യ ലോകത്ത് ബേപ്പൂർ സുൽത്താനവർ. 5ാം തരത്തിൽ പഠിക്കുന്ന കാലത്ത് ഗാന്ധിയെ കാണുവാൻ യാത്രയായി. നെഞ്ചകത്തേറുന്ന സ്വാതന്ത്ര്യദാഹമാൽ സമരപതാകയും കയ്യിലേന്തി. സമരപതാകയും കയ്യിലേന്തി നാടായ നാടൊക്കെ ചുറ്റിക്കറങ്ങി നാടിനതീരും കടന്നുപോയി. നാട്ടിൽ തിരിച്ചെത്തി നാളു കഴിക്കുവാൻ നിത്യമെഴുത്തൊരു ശീലമായി. കർമ്മഭൂവിൻ പേരിൽ വൈക്കം ബഷീറിന് ബേപ്പൂർ സുൽത്താൻ എന്ന പേരു വന്നു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. പേരെന്താ? നാരായണി. നല്ല സുന്ദരമായ പേര്. വയസ്സെത്ര? 22. നല്ല സുന്ദരമായ വയസ്സ്. നാരായണിക്കൊരു റോസാ ചെടി തരുമോ? പിന്നെന്താ, നാരായണിക്ക് ഒരു പൂങ്കാവളം തന്നെ തരും. 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനനം. തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും സ്വാതന്ത്ര്യ സമര നാമത്തിൽ സ്വാതന്ത്ര്യ സമര അറേബ്യ തുടങ്ങിയ രാജ്യം ആടിന് കഞ്ഞല്ലോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം പണിയാ. അപ്പഴാ ഓളുടെ ഒരു ആടും. അന്റെ ആട് പേറുമ്പോ ഈ സുബൈദാനെ മറക്കല്ലേ. ഈ സുബൈദാക്ക് ഇത്തിരി പാല് തരട്ടെ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാനാണ് സൂറ, ബാല്യകാല സഖിയിലെ സൂറ. എനിക്കൊരു കളിക്കൂട്ടുകാരുണ്ട്, അവന്റെ പേരാണ് മജീദ്. ഞങ്ങൾ എപ്പോഴും അടികൂടും.